സ്ഥാനാർത്ഥിയിൽ ഒറ്റപ്പേരിലെത്താതെ CPIM അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഇറക്കാനാണ് നീക്കം. LDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PA മേരി അനിത എത്തിയേക്കും. മുൻ MP സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ ഡോൺ ബാസ്റ്റിനും തൃക്കാക്കര ഏരിയ സെക്രട്ടറി AG ഉദയകുമാറും പരിഗണനയിലുണ്ട്. അർജുൻ മട്ടന്നൂർ ചേരുന്നു വിശദാംശങ്ങളുമായി. അർജുൻ, ഒറ്റപ്പേരിലേക്ക് എന്തുകൊണ്ടാണ് ഇതുവരെയും എത്താത്തത്? റോഷ്നി, UDFന്റെ ശക്തി കേന്ദ്രമായ തൃക്കാക്കരയിലെ എല്ലാ കാലത്തും LDFനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. നേരത്തെ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വന്നപ്പോൾ പോലും അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം വലിയ കീറാമുട്ടിയായിരുന്നു. ഒടുവിലാണ് ഡോക്ടർ ജോ ജോസഫ് മത്സരിക്കുകയും അവിടെ ഉമാ തോമസ് വിജയിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തത്. ഇത്തവണയും ഉമാ തോമസ് അവിടെ രണ്ടാം ഊഴത്തിന് ഇറങ്ങും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം LDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച വലിയ ചർച്ചകൾ ആദ്യം മുതൽ തന്നെ നടന്നിരുന്നു. അതിൽ പല പേരുകളും LDFന്റെ മുന്നിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. CPM ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തും എന്നതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചർച്ച. അങ്ങനെയാണ് നേരത്തെ മുൻ MP ആയിരുന്ന സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ഡോൺ ബാസ്റ്റിന്റെ പേര് ഉയർന്നു വന്നത്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥി അയക്കും എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. പിന്നീടാണ് അവിടെ CPM ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്നൊരാവശ്യം ഉയർന്നു വന്നത്. അങ്ങനെയാണ് തൃക്കാക്കര CPM ഏരിയ സെക്രട്ടറിയായ AG ഉദയകുമാറിന്റെ പേരിലേക്ക് ചർച്ചകൾ എത്തിയത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് CPM പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി CPM ശ്രമിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ മേരി അനിതയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി അവർ ഭിന്നശേഷിക്കാരുടെ ഉന്നമന രംഗത്ത് കാര്യമായി തന്നെ പ്രവർത്തിച്ചു വരുന്ന വനിത കൂടിയാണ്. അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് പൊതുവെ മറ്റ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. എന്തായാലും അന്തിമ തീരുമാനം ഉടനുണ്ടാകും. അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കാം. എന്താണ് സംഭവിക്കുക? ഒറ്റ പേരിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ CPIM ആ ഒരു പേരിലേക്ക് എപ്പോഴെത്തുമെന്നുള്ളത് നമുക്ക് നോക്കാം.